നമസ്കാരം മാഡം. ഇപ്പോൾ ബംഗ്ലാദേശിലെ വാർത്തകളാണ് എപ്പോഴും എല്ലാ മാധ്യമങ്ങളും നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണം അവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ 88 ആക്രമണങ്ങളാണ് അവർക്കെതിരെ ഉണ്ടായത്. അപ്പോൾ ഇതിനിടെ അമേരിക്ക പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളെല്ലാം സമാധാനമായിട്ട് പറഞ്ഞു തീർക്കണം, അല്ലാതെ ഇങ്ങനെ ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഇങ്ങനെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കരുത് എന്നൊക്കെ അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. ഇതിലെന്താണ് മാമിൻ്റെ ഒരു വ്യൂ പോയിന്റ്? ഇതൊരു മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു മതത്തിന് വെച്ചാണോ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിലെ ഈ ആക്രമണങ്ങൾ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമുക്ക് കരുതാനല്ലേ. കാരണം തീർച്ചയായിട്ടും മതം എന്നുള്ള വലിയൊരു എലമെൻറ്റോടെ വന്നില്ല എങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം. കാരണം അതൊരു ഷെയ്ഖ് ഹസീന ഭരണകൂടത്തിനെ എടുത്ത് മാറ്റിയിട്ട് പുതിയൊരു റിഫോം അല്ലെങ്കിൽ പുതിയൊരു ഭരണകൂടം വെക്കാനായിരുന്നു. അവിടെ മൈനോറിറ്റീസ് അവിടെ നിന്നതുകൊണ്ട് ഇവർക്ക് എന്താ പ്രശ്നം ഉണ്ടാവുക? നമുക്കവിടെ തുടക്കം തൊട്ട് അറിയാം. ഇസ്കോൺ എന്ന് പറഞ്ഞാൽ ഒരു സംഘടന എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ ആ സംഘടന പ്രവർത്തിക്കുന്ന വേറെ രീതിയിലാണ്, തീവ്രവാദ രീതിയിലാണെന്നൊക്കെ പറഞ്ഞുള്ളൊരു ഇതുമെല്ലാം വന്നു കഴിയുമ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ഭീഷണിയാവുന്നു. ആലോചിച്ച് നോക്കണം, ഇസ്കോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്രയോ രാജ്യങ്ങൾ എനിക്ക് തോന്നുന്നു ലോകമെമ്പാടും 550-ലധികം കേന്ദ്രങ്ങളുള്ളൊരു വലിയ മതസംഘടന. ഇൻ ദ സെൻസ് മതം അവിടെ ഒരിക്കലും തീവ്രവാദമോ അങ്ങനത്തുള്ള കാര്യങ്ങളോ പ്രൊമോട്ട് ചെയ്യാതെ അവരെന്താ പറയുക, അവരൊരു ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമാണ്. അതിൽ തന്നെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്ന് പറയുമ്പം കൃഷ്ണൻ എന്നുള്ള ആ ഒരു ഇതിന് ധർമ്മം ആ ഒരു രീതിയിലും അല്ലെങ്കിൽ ആ ഒരു മന്ത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒരു നമുക്ക് ശക്തി പകരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ധർമ്മം അതൊക്കെ അങ്ങനെ കുറെ വ്യത്യസ്തമാണ്. ആ പാതയിലോട്ട് അവിടെ ഒരിക്കലും ഒരു ആക്രമണവാദം ഇസ്കോണ്ട് നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ആക്രമണ പാത അവർക്കില്ല. അപ്പം അങ്ങനത്തെ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഇസ്കോണിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുമ്പോൾ തിരുവനന്തപുരം RCCയിലേക്ക് ചെന്നാൽ മതി. അവിടെ ചെല്ലുമ്പം എന്നും മറ്റ് സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ കൊടുക്കുന്നെങ്കിൽ പോലും മത രീതിയിലുള്ള ഇസ്കോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം. പക്ഷെ വെജിറ്റേറിയൻ ഫുഡാണ് കൊടുക്കുന്നത് കേട്ടോ. എന്നും RCCയുടെ മുന്നിൽ അവരുടെ വണ്ടി വരും, ഇസ്കോണിൻ്റെ വണ്ടി, ഹരേ കൃഷ്ണ പ്രസ്ഥാനം. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊരു പ്രസ്ഥാനം. അപ്പം അവിടെ ആ ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘടന പ്രവർത്തിച്ചത് കൊണ്ട് എന്താണ് പ്രശ്നം? അപ്പോൾ അവിടെ മതം തന്നെയാണ്. ബംഗ്ലാദേശിൽ നമ്മൾ പ്രോമിനൻ്റ് ആയിട്ട് നോക്കിക്കഴിയുമ്പോൾ മൈനോറിറ്റീസിന് നേരെ അറ്റാക്ക് വരുന്നു. അപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ ഭരണം നടക്കുന്ന സമയത്തും എപ്പോഴും ബംഗ്ലാദേശിൽ, കാരണം ഇത് ഞാൻ പറയാനൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാലദ്വീപിൽ ജോലി ചെയ്യുവാണ്. അപ്പോൾ മാലദ്വീപിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കൂടുതലും ബംഗ്ലാദേശി ആൾക്കാർ റിസോർട്ടിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ വന്ന് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ബംഗ്ലാദേശിൽ കുറച്ചൊരു മൈനോറിറ്റി ഹിന്ദുസ് ഉണ്ട്. അവരൊക്കെ ഇതുപോലെ വന്ന് വർക്ക് ചെയ്യുമ്പം അപ്പം നമ്മളിങ്ങനെ ചോദിക്കും എങ്ങനെയാണ്. അപ്പം ഹസീനയോടൊക്കെ വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും പറയും അവിടെയും അവർ ന്യൂനപക്ഷം എന്നുള്ള രീതിയിൽ അവർ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് പറയും. പ്രത്യേകിച്ചും ഈ ഒരു നമ്മുടെ എന്താ പറയുക ആ ഒരു ഫെസ്റ്റിവൽ വരുമല്ലോ, നമ്മുടെ നവരാത്രി പോലത്തെ ഒരു ഫെസ്റ്റിവൽ, ദുർഗ ഇതാണ്. അവിടെ വരുമ്പോഴേക്കും പല പല പ്രശ്നങ്ങളും ഉണ്ട് എന്ന് പറയും. പക്ഷെ അവർ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി പ്രശ്നങ്ങൾ ന്യൂനപക്ഷം ആയതുകൊണ്ട് തന്നെ ഭയന്ന്, നമുക്കറിയാം പാകിസ്ഥാനിലൊക്കെ എന്താണോ ഉള്ളതെന്ന് പറയാം അല്ലേ. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് ഈ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷത്തിന് ഇവിടെ പ്രശ്നങ്ങളില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ രാഷ്ട്രീയക്കാർ സൃഷ്ടിച്ചെടുക്കുന്ന പ്രശ്നങ്ങളാണ് ഇവിടുത്തെ ന്യൂനപക്ഷത്തിനുള്ളത്. സത്യത്തിൽ അതാണ് വാസ്തവം. ഇവിടെ അല്ലാതെ ന്യൂനപക്ഷം ഒന്നും ഒരു വേർതിരിവൊന്നുമില്ല. ഇന്ത്യയിലെല്ലാം സെക്യുലർ ആയിട്ടുള്ള ഒരു ഇതിൽ വീക്ഷണത്തിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് ഒരു പക്ഷേ പലതിലും ഈക്വലിനേക്കാളും മുകളിൽ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അത് മാറിക്കഴിയുമ്പോൾ നമ്മുടെ ചർച്ച അല്ലെങ്കിൽ സംസാരം വേറെ രീതിയിലേക്ക് പോകേണ്ടി വരും. കാരണം പറയുന്നത് പലതും നമ്മൾ പറയില്ലേ വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കപ്പെടും. പക്ഷെ ഇതാണ്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഈ ബംഗ്ലാദേശ് അങ്ങനെ ഉള്ളിടത്ത് എപ്പോഴും മൈനോറിറ്റീസിന് പ്രശ്നങ്ങൾ തന്നെയാണ്. പിന്നീട് അവർ അങ്ങനൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർ മിണ്ടാണ്ട് കടന്നു പോവാണ്. പാകിസ്ഥാനിലൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ മൈനോറിറ്റീസിനെതിരെയുള്ള ആക്രമണം എന്ന് പറയുമ്പോൾ അവർ കാത്തിരിക്കുവാണ്. ഇങ്ങനൊരു അവസരം വന്നു കഴിഞ്ഞാൽ ഇവരെ മൈനോറിറ്റീസിനെ മൊത്തത്തിൽ ആക്രമിച്ച് ഇങ്ങനെ ഉന്മൂലനം, അത് തന്നെയാണ് അവരുടെ മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതൊരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥ 21-ാം നൂറ്റാണ്ടിൽ വീണ്ടും മതശാസനം അല്ലെങ്കിൽ മതം ഒരു രാജ്യത്തിൻ്റെ മേലെ പിടിമുറുക്കുമ്പോൾ ആ രാജ്യത്തിന് സംഭവിക്കുന്നത് അല്ലെങ്കിൽ പുരോഗതിയാണോ അധോഗതിയാണോ എന്നുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അഫ്ഗാനിസ്ഥാൻ എന്തുമാത്രം കൾച്ചർ ഉണ്ടായിരുന്ന ഒരു അഫ്ഗാനിസ്ഥാൻ്റെ പണ്ടത്തൊക്കെ നമുക്ക് കൾച്ചറലി ഭയങ്കര ഇതായിരുന്നു. ആ അഫ്ഗാനിസ്ഥാൻ എവിടെ എത്തി നിൽക്കുകയാണെന്ന് നമുക്കറിയാം. ഇനി എല്ലാ രീതിയിൽ നോക്കാം. എന്തിനധികം പറയുന്നു, സിറിയ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറിയയുടെ കാര്യം ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എല്ലാ കൾച്ചേഴ്സും ഉണ്ടായിരുന്ന ഒരു ഇതാണ് സിറിയ എന്ന് പറഞ്ഞാൽ. സിറിയയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് എന്തായിരുന്നു ആ ഒരു സിറിയൻ ക്രിസ്ത്യാനിറ്റിക്ക് ലോകത്തിനുണ്ടായിരുന്ന ഒരു കോൺട്രിബ്യൂഷൻസും എല്ലാം നമുക്കറിയാം. ഡമാസ്കസ് എന്തായിരുന്നു എന്നൊക്കെ അറിയാം. പിന്നീട് അതൊരു മതരാജ്യമായിട്ടൊരു മതത്തിൻ്റെ ഇതിലേക്ക് മാറി. 2 മതങ്ങൾ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് അച്ഛനാ. നമ്മൾ പലപ്പോഴും മീഡിയാസ് ആയിക്കോട്ടെ, നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എല്ലാ വർഷവും പണ്ട് ഗാസയിൽ നോക്കി കരയും ഇല്ലേ. ഗാസ നോക്കി കരഞ്ഞു. കാരണം എന്താണ്, എതിർപക്ഷത്ത് നിൽക്കുന്നത് ഒരു ജൂതരാഷ്ട്രമായത് കൊണ്ട് തന്നെ ജൂതരാഷ്ട്രത്തിനെ ഇതായിട്ട് ഗാസേനെ വെൽ പ്ലാൻ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒരു നറേഷൻ ഓൾറെഡി ഉണ്ട്, സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ
അപ്പോഴും ആരും ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് സിറിയയിൽ സംഭവിക്കുന്നത്. സുന്നി ഷിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിലെ 2 വിഭാഗങ്ങൾ തന്നെയാണ് അവിടെ മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. അസദിന്റെ 55 വർഷത്തെ ഭരണം എന്തായിരുന്നു നമ്മൾ വായിച്ചു, എന്തൊക്കെയായിരുന്നു ആൾക്കാർ തുറങ്കിലടിച്ച് മനുഷ്യരെ കൊള്ളുന്നു, പുറത്തു വരുന്ന ആലോചിച്ച് നോക്കും സുന്നി ഷിയ. കുട്ടികളും ഉൾപ്പെടെ മാരകമായിട്ട്. അപ്പൊ അന്ന് സിറിയയിലുള്ള കുട്ടികൾ അനുഭവിക്കുന്നതിനെ കുറിച്ച് ഇവിടെ കരയാൻ ഒരു മാനവവാദികളും ഉണ്ടാവില്ല. കരയാൻ അവർക്കെപ്പോഴും ഖാസയാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാല്ലോ മൊത്തത്തിൽ വാസ്തവമാർഗം കാണട്ടെ. ഞാൻ വിശ്വസിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മതരാഷ്ട്രം ഒരു രാജ്യത്തിന് മേലെ പിടിമുറുക്കുമ്പം ആ രാജ്യം അന്ന് തൊട്ട് അപജയത്തിലേക്ക് പോവാണ്. ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. നമുക്ക് ഇറാനിലൊക്കെ നമുക്കറിയാം, ഇറാനിലൊക്കെ എന്താണ് സ്ത്രീകൾക്ക് പർദ്ദ ഇട്ടില്ല എങ്കിൽ എന്തിലേക്ക് എത്തുന്നു എന്നുള്ളത് നമ്മളൊരു പെൺകുട്ടി അല്ലെ മസി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഇതൊക്കെ ഈ മത നിയമങ്ങൾ പിടിമുറുക്കി ശാസനയിലേക്ക് വരുമ്പോൾ രാജ്യത്തിനുണ്ടാവുന്നത് പുരോഗതിയല്ല, അധോഗതിയാണ്. ബംഗ്ലാദേശ് ഇന്ന് ആ പാതയിലാണ്. ശരിക്കും ബംഗാളി കൾച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് കൾച്ചർക്ക് എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ കൾച്ചറലി ഭയങ്കര ഇതായിട്ടുള്ളൊരു ആൾക്കാരായിരുന്നു ഈ ബംഗാളികൾ എന്നൊക്കെ പറയുമ്പം. മതത്തിന് മുന്നിൽ വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് ബംഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. പിന്നീട് എന്ന് തൊട്ടാണോ ഒരു മതവിഭജനം വന്നിട്ട് ഈ രീതിയിലുള്ളൊരു വിഭജനമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേക്കും എന്ത് പറ്റി, കൾച്ചറലി ഉണർന്നു വരേണ്ടതല്ല അവിടെ വന്നത്. പിന്നീട് മതത്തിനായിരുന്നു അവിടെ പ്രാധാന്യം എന്നറിയാം. നമുക്കറിയാം ഈസ്റ്റ് പാകിസ്ഥാൻ അല്ലെങ്കിൽ വെസ്റ്റ് പാകിസ്ഥാൻ പിന്നീട് ഇന്നത്തെ ബംഗ്ലാദേശായി മാറുന്നത് എങ്ങനെയാണെന്നറിയാം. ഇതൊക്കെ ചരിത്രമാണ്. അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ഉറ്റുനോക്കുകയാണ്. അപ്പോൾ എനിക്ക് അമേരിക്കയുടെ ഇടപെടൽ അവിടെ ഇത് എന്താ പറയുന്നത് ഒരു സ്നേഹം കൊണ്ടുള്ള തലോടലായിട്ട് തോന്നാമെങ്കിലും വടിയെടുപ്പാണത്. ശക്തമായിട്ട് ബംഗ്ലാദേശിനുള്ള ഒരു താക്കീതാണ്, നിർത്തിക്കോളൂ. കാരണം അമേരിക്ക ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ അമേരിക്ക ചുമ്മാ നിന്നാൽ മതി. അമേരിക്ക എന്താണ് അമേരിക്ക പ്രവർത്തിക്കുന്നതെന്ന് അറിയാം. ഹിസ്ബുള്ളക്കെതിരെയും അമേരിക്കയുടെ താക്കീത് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇതൊരു സ്നേഹപൂർണ്ണമായിട്ടുള്ള എന്താ പറയാ, നിർത്തിക്കോളൂ എന്നുള്ളൊരു ഇതാണ്. നിങ്ങൾ നിർത്തിക്കോളൂ, നിർത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നുള്ള രീതിയിലാണ് ഇത്. മൊത്തത്തിൽ എന്താ പറയുക, ഒരു ഈ ലോകം തന്നെ 2 രീതിയിലേക്ക് മാറും. വീണ്ടും ഒരു 3rd വേൾഡ് വാർ ഉണ്ടാവുകയാണെങ്കിൽ, പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ടെറിട്ടറി ഇതായിരുന്നു, മതമല്ല. മറ്റ് 2 വേൾഡ് വാറും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ട് സംഭവിച്ചിട്ടുള്ള എന്തൊക്കെയാണ്, കൂടുതലും ടെറിട്ടറീസ് ഇൻവേഡ് ചെയ്യാനുള്ള എത്തിപ്പിടിക്കാനുള്ള ശ്രമമാണ്. മതം അവിടെ വളരെ കുറവാണ്. ഒരു സൈഡിൽ റഷ്യ നിൽക്കുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. മറ്റ് യുദ്ധങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു കോസ് ഉണ്ട്. പക്ഷെ ഇവിടെ നോക്കിക്കോളൂ, ലോകം 2ആയിട്ട് മതത്തിൻ്റെ പേരിൽ വിഭജിക്കുന്ന രീതിയിലേക്ക് ആയി കഴിയും. ആ രീതിയിലുള്ളൊരു വാറായിരിക്കും ഇനി ഉണ്ടാവണം. ഇവിടെ ടെറിട്ടോറിയൽ അഗ്രഷൻ അല്ല, ഇപ്പോൾ ഒരു മതം ഉയർന്നു നിൽക്കണം എന്നുള്ള രീതിയിലുള്ളൊരു രീതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ടെററിസമാണ് മൊത്തത്തിൽ. ഈ ടെററിസം എന്തിനു വേണ്ടിയിട്ടാണ്? തീവ്രവാദം കൊണ്ട് എന്തെങ്കിലും ഉണ്ടാവുമോ? ഒന്നുമില്ല. അപ്പോൾ ലോകം നശിപ്പിക്കാൻ 2 ലോക യുദ്ധങ്ങൾ കൊണ്ട് അതിഭീകരമായിട്ടുള്ള വിനാശമാണ് ഉണ്ടായതെങ്കിൽ ഈ 3ാം ഇങ്ങനത്തെ ഒരു പ്രശ്നം മത അധിനിവേശം കൊണ്ട് അതിനേക്കാളും വലിയ ദുരന്തമാണ് ഉണ്ടാവാൻ പോകുന്നത്. ശരിക്കും 21ാം നൂറ്റാണ്ടിലേക്ക് പുരോഗതിയിലേക്ക് നമ്മൾ എവിടേക്ക് എത്തേണ്ട മാനവിക രാഷ്ട്രീയ അല്ലെങ്കിൽ മനുഷ്യരാഷ്ട്രീയമാണ്. നമ്മൾ വീണ്ടും ഈ മതം എന്നുള്ളൊരു എലമെന്റിലേക്ക് പിടിച്ചു നിന്ന് അധോഗതി. ബംഗ്ലാദേശ് തച്ചുടയ്ക്കപ്പെടും എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇന്ത്യയോട് ബംഗ്ലാദേശ് പറഞ്ഞ യുദ്ധത്തിന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ഇന്ത്യയിലും ഈ ബംഗ്ലാദേശികളെ എങ്ങനെ മാറ്റി നിർത്തുന്നുണ്ടെന്നുള്ള ഒരു വാർത്ത പുറത്തു വരും. എങ്ങനെയാണ് ഇന്ത്യയിലും ബംഗ്ലാദേശികളെ ഇങ്ങനെ ഹോട്ടലിലൊക്കെ ബംഗ്ലാദേശികൾക്ക് റൂമൊക്കെ ഇങ്ങനെ വിലക്കുന്നു എന്ന് പറഞ്ഞ് വാർത്തകൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലെന്തായിരുന്നു മാമിന്റെ? ഇന്ത്യ കൊടുക്കുന്നു, ഇതാക്കുന്നു. ഇന്ത്യക്കാരോടോ ഇന്ത്യക്കാരും ബംഗ്ലാദേശികളെ മാറ്റി നിർത്തുന്നു എന്നുള്ള എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാമ്പോഴേക്കും ഇവിടെ പൊറോട്ട അടിക്കാൻ വന്നിട്ടുള്ളവരൊക്കെ ബംഗാളി എന്ന് പറഞ്ഞ് നിൽക്കുന്നവൻ്റെയൊക്കെ ഐഡന്റിറ്റി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഐ ഡി കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ ക്രിമിനലായിരിക്കും. എല്ലാവരുടെയും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്ത് മാറ്റി നിർത്തലൊക്കെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ കുറേയൊക്കെ നമ്മുടെ ഈ ഒരു സെക്യുലർ ആ ഒരു സഹിഷ്ണുത മനോഭാവമൊക്കെ എടുത്ത് മാറ്റണം. മനസ്സിലാവുന്നുണ്ടോ? കാരണം വെച്ച് കഴിഞ്ഞാൽ തീവ്രവാദികളാണെന്ന് തോന്നുന്ന ആൾക്കാരെ ആ രീതിയിൽ തന്നെ അമർച്ച ചെയ്യാനുള്ള ഇത് വരണം. അത് നമ്മളെ ഭരിക്കുന്ന ആരാണെങ്കിലും ശക്തമായിട്ട് നമ്മുടെ കയ്യിൽ പവർ ഉണ്ടെങ്കിൽ ഇവിടെ തീവ്രവാദത്തെ തലപൊക്കാൻ അനുവദിക്കരുത്. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഇന്നേ നിമിഷം വരെ ഒരു ബംഗ്ലാദേശി ആയതുകൊണ്ട് ഇവിടെ അങ്ങനെയൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഭയത്തോടു കൂടി നോക്കും, തീർച്ചയായും ഭയത്തോടു കൂടി. ഇന്നൊരു ബംഗ്ലാദേശി ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ തീർച്ചയായും ഭയത്തോടു കൂടിയേ നമ്മൾ നോക്കൂ. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കഴിയുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ വന്നിട്ടുള്ള ബംഗാളികളുടെയൊക്കെ ID കാർഡും ഇതൊക്കെ എടുത്ത് സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ, അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇവിടെ കടന്നു കയറിയിട്ടുള്ള മിക്കവരും എന്തായിരിക്കും? ബംഗ്ലാദേശികളായിരിക്കും. അവരാണ് മെയിനായിട്ട് ക്രിമിനൽസ് ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ചെയ്തിട്ട് പോയിട്ടുള്ളത്. അതാണ് വാസ്തവം.